സുവിശേഷത്തിലെ യേശുവിനെ സ്നേഹിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 12 അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. സുവിശേഷം മനുഷ്യൻ്റെ 2 വേവലാതികൾ അപ്പാടെ ഒപ്പിയെടുക്കുന്നു. മനുഷ്യൻ്റെ ഇന്നിൻ്റെ നൊമ്പരങ്ങളും അതുപോലെ തന്നെ വേവലാതിയും ഒക്കെ ഭക്ഷണത്തിനു വേണ്ടിയും വസ്ത്രത്തിനു വേണ്ടിയും. സുവിശേഷം കട്ടായം കുറിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ ഭക്ഷണത്തെക്കുറിച്ചോ വസ്ത്രത്തെക്കുറിച്ചോ ആകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ വലുതാണ് ജീവനെന്നും വസ്ത്രത്തേക്കാൾ വലുതാണ് ശരീരമെന്നും സുവിശേഷം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. ഇന്നിൻ്റെ മനുഷ്യൻ്റെ നെട്ടോട്ടങ്ങളും വെമ്പലുമൊക്കെ ഇന്ന് കഴിക്കുന്നതിനേക്കാൾ നല്ല ഭക്ഷണം നാളെ കഴിക്കുന്നതിന് വേണ്ടി, ഇന്ന് ധരിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ മെച്ചമായ വസ്ത്രം നാളെ ധരിക്കുന്നതിന് വേണ്ടിയാണ്. ഇങ്ങനെയുള്ള ഒരു കാലത്ത് സുവിശേഷം നമ്മോട് പറയുക, നോക്കി പഠിക്കാനായിട്ട്, പ്രകൃതിയിൽ നിന്നും നോക്കി പഠിക്കുന്നതിന് വേണ്ടി, പ്രകൃതിയിലേക്കൊന്ന് കണ്ണോടിച്ച് പ്രകൃതിയിലെ പക്ഷിമൃഗാദികളിൽ നിന്നും പുൽനാമ്പിൽ നിന്നുമൊക്കെ പഠിക്കാനായിട്ട് ഇന്നത്തെ സുവിശേഷം നമ്മെ വിളിക്കുകയാണ്. ആകാശത്തിലൂടെ പറന്നു പോകുന്ന കാക്ക എന്തു ഭക്ഷിക്കുമെന്നോ എവിടെ രാത്രിയിൽ ഇരിക്കുമെന്നോ ചിന്തിക്കുന്നില്ല. പുൽനാമ്പും ഇത്യാദി ഒരു വേവലാതിയും കൊണ്ടു നടക്കുന്നില്ല. അതുകൊണ്ട് പ്രകൃതിയിൽ നിന്നും പഠിച്ച് നീ പ്രകൃതിയിലേക്ക് നോക്കി നിന്റെ ജീവിതത്തിൻ്റെ അമൂല്യതയെ കണ്ടെത്തുക എന്ന് സുവിശേഷം നമ്മോട് പറയുകയും. പ്രിയപ്പെട്ടവരെ, ഇന്നിൻ്റെ മക്കളായ നമ്മൾ പലപ്പോഴും പ്രകൃതിയെ കൊല്ലുന്നവരാണ്, പക്ഷിമൃഗാദികളെ കൊല്ലുന്നവരാണ്, മരങ്ങളെയും പുൽനാമ്പുകളെയും കൊല്ലുന്നവരാണ്. അവരോട് ഇന്നിൻ്റെ സുവിശേഷം പറയുകയാണ്, പ്രകൃതിയിലേക്ക് തിരിഞ്ഞ് പ്രകൃതിയിലേക്കൊന്ന് കണ്ണോടിച്ച് പക്ഷികളിൽ നിന്നും പുൽനാമ്പിൽ നിന്നുമൊക്കെ നീ നിന്റെ മൂല്യം പഠിക്കുക, നീ അമൂല്യനാണ് എന്ന് പഠിക്കുക. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞ് ക്രിസ്തുവിൻ്റെ ജീവിതവുമായി നമ്മുടെ ജീവിതത്തെ ഒന്ന് തട്ടിച്ച് നോക്കി നമ്മൾ ക്രിസ്തുവിന് പ്രിയപ്പെട്ടവരാണ്, ക്രിസ്തുവിൻ്റെ മുൻപിൽ അമൂല്യമായവരാണ് എന്ന് നമുക്ക് പഠിക്കാം. ഇന്നിൻ്റെ ലോകത്ത് നമ്മൾ ഒത്തിരിയേറെ പരസ്യങ്ങൾ കാണുന്നുണ്ട്. പരസ്യങ്ങളുടെ ലോകമാണ്. ഈ കേരളത്തിലുടനീളം ചുറ്റി സഞ്ചരിക്കുമ്പോൾ പല പരസ്യ പലകകളും കാണാറുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് കുറച്ച് പരസ്യ പലകകളെ ശ്രദ്ധിച്ചപ്പോൾ കുറെ അധികം പരസ്യ പലകകൾ സ്വർണത്തിൻ്റെ പരസ്യമാണ്. മറ്റു ചിലത് സാരികളുടെ പരസ്യങ്ങൾ, വേറെ ചിലത് സ്പിരിറ്റിൻ്റെ പരസ്യം, മറ്റു ചിലത് സിനിമകളുടെ പരസ്യങ്ങൾ. ഇങ്ങനെ ഒത്തിരിയേറെ പരസ്യങ്ങൾ നമ്മൾ കാണും. ആദ്യത്തെ സ്വർണത്തിൻ്റെ പരസ്യം നമ്മൾ കാണുമ്പോൾ നമ്മളോട് പരസ്യക്കാരൻ പറയും, അല്ലെങ്കിൽ അവസാനത്തെ സിനിമാക്കാരൻ പറയും, എവിടെ നിന്ന് സ്വർണം വാങ്ങണമെന്ന്. ഇതേ സിനിമാക്കാരൻ തന്നെ പറയും, എവിടെ നിന്ന് വസ്ത്രം വാങ്ങണമെന്ന്, എങ്ങനെ ധരിക്കണമെന്ന് ഇതേ സിനിമാക്കാരൻ തന്നെ പറയും. എങ്ങനെ സ്വർണം ധരിക്കണമെന്നും എങ്ങനെ സാരി ഉടുക്കണമെന്നും ഇന്നിൻ്റെ മക്കളോട് പറഞ്ഞു തരുന്നത് ഇതേ സിനിമാക്കാരൻ തന്നെയാണ്, അല്ലെങ്കിൽ ഇതേ മാധ്യമം തന്നെയാണ്. ഇനി മൂന്നാമത്തെ ആള് സ്പിരിറ്റാണ്.
ഈ മാധ്യമക്കാരൻ നമുക്ക് പറഞ്ഞു തരും എങ്ങനെ സ്വർണം ധരിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന്. സ്പിരിറ്റിന്റെ സഹായത്തോടെ ഇതേ മാധ്യമക്കാരൻ തന്നെ മനുഷ്യന് ചൊല്ലിക്കൊടുക്കും എങ്ങനെ സ്വർണം പറിക്കണമെന്നും എങ്ങനെ സാരിത്തുമ്പ് പറിക്കണമെന്നും. പ്രിയപ്പെട്ടവരെ, വസ്ത്രത്തിൻ്റെ പിന്നാലെ, ഭക്ഷണത്തിൻ്റെ പിന്നാലെയൊക്കെ ഓടുന്ന നമ്മൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുന്നതും വിചിന്തനം ചെയ്യുന്നതും നല്ലതാണ്. ശാശ്വതമായ ശാന്തിക്ക് വേണ്ടിയാണ് ഞാനും നിങ്ങളുമൊക്കെ നെട്ടോട്ടമോടുന്നത് എന്ന് സുവിശേഷത്തിൽ വീണ്ടും കുറിക്കുകയാണ്. പിതാവിനറിയാം നിനക്ക് എന്താ വേണ്ടതെന്ന്. ഞാനും നിങ്ങളുമൊക്കെ പിതാവിനറിയുന്ന കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നവരാണ്. പിതാവിനറിയുന്ന കാര്യങ്ങൾ തിരയുന്നവരാണ്. എന്നെയും നിങ്ങളെയും കുറിച്ച് എനിക്കും നിങ്ങൾക്കും എന്താവശ്യമുണ്ടെന്ന് സ്വർഗസ്ഥനായ പിതാവിനറിയാമെന്ന് സുവിശേഷം സൂചിപ്പിക്കുകയാണ്. ഇന്നിൻ്റെ മക്കൾ പലപ്പോഴും പഴയ പണസഞ്ചികളും പേറി നടക്കുന്നവർ. സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, പഴയ പണസഞ്ചികളെ തേടേണ്ടവരല്ല ഞാനും നിങ്ങളുമെന്ന്. നേരെ മറിച്ച് ദൈവരാജ്യത്തെയും ദൈവത്തെയും തേടേണ്ടവരാണ്. ദൈവവിചാരം മനസ്സിൽ കൊണ്ടു നടക്കേണ്ടവരാണ്. അതുപോലെ തന്നെ ക്രിസ്തുവിനെ തേടേണ്ടവരാ ഞാനും നിങ്ങളും. ക്രിസ്തുവിനെ തേടി ക്രിസ്തു വിചാരം മനസ്സിൽ കൊണ്ടു നടക്കേണ്ടവരാണ്. യേശുനാഥൻ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് ലൂക്കാ സുവിശേഷങ്ങളിലൂടെ പറഞ്ഞു വയ്ക്കുകയാണ്, ഞാനും നിങ്ങളുമൊക്കെ ദൈവരാജ്യം തിരയേണ്ടവരാണ്, തേടേണ്ടവരാണ് എന്ന്. ഒന്ന് കണ്ണോടിക്കാം നമ്മളുടെ ജീവിതത്തിലൂടെ. ഞാനും നിങ്ങളുമൊക്കെ ദൈവരാജ്യത്തെയും ക്രിസ്തു ചിന്തയെയും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണോ, മനസ്സിൽ താലോലിക്കുന്നവരാണോ? സുവിശേഷത്തിൽ നിക്ഷേപത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുകയാണ്. നിന്റെ നിക്ഷേപം എവിടെയായിരിക്കണമെന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ നിക്ഷേപങ്ങൾ എവിടെയാണ്? നശിച്ചു പോകുന്നിടത്ത് നിക്ഷേപിക്കുന്നവരാണോ ഞാനും നിങ്ങളും? അല്ലെങ്കിൽ ശാശ്വതമായ നിക്ഷേപങ്ങളുടെ ഉടമകളാണോ ഞാനും നിങ്ങളും? ശാശ്വതമായ നിക്ഷേപങ്ങൾ എനിക്കും നിങ്ങൾക്കും നടത്താൻ കഴിയുന്നത് ദൈവരാജ്യത്തിലാണ്, സ്വർഗരാജ്യത്തിലാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലാണ് എന്ന് വീണ്ടും നമ്മെ സുവിശേഷം ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സുവിശേഷ ചിന്തകൾ ജീവിക്കാനായിട്ട്, സുവിശേഷ ചിന്തകൾ ജീവിതത്തിലേക്ക് നിക്ഷേപിക്കാനായിട്ട് പരിശ്രമിക്കാം. നിന്റെ നിക്ഷേപം നിനക്ക് ഒരു സമ്പാദ്യമാകാനായിട്ട് നല്ല തമ്പുരാനോട് നമുക്ക് ഓരോരുത്തർക്കും അപേക്ഷിക്കാം, പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.